ഈ മലയുടെ ഒരു ചെറിയൊരു വിഷ്വലോട്ടായി കാണുന്നത്. എന്ത് രസം ഈ മല കാണാനായിട്ട്. ഇവർ ആ മല മൊത്തം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെത്തി സൈക്ലിങ്ങിനും എവിടെ ബാക്കി കിടന്ന് കരയുക. എൻ്റെ പേടി ഓൾമോസ്റ്റ് സെറ്റിലായി. സൈക്ലിങ്ങിനും പിന്നെ ഈ ലൂജ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ട്രാക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മലേനെ എത്രത്തോളം അവർ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന്. എത്ര ഡോളേഴ്സ് ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ മോനെ, നമ്മുടെ നാട്ടിലേക്ക് എത്തോരം മലയുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ സിപ്ലൈനൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ഗൊണ്ടോള ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഗായ്സ്. പക്ഷേ ഇത് നല്ലൊരു ആശയം കേട്ടോ. വളരെ എന്താ പറയുക, ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കെട്ടിക്കോളും, അവർ മെയിൻറ്റെയിൻ ചെയ്തോളും. അപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ് കാശും കിട്ടും. ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ ആവണമെന്നില്ലല്ലോ. അമ്മ ഇത് സ്റ്റോപ്പായല്ലോ. സ്റ്റോപ്പ് ആവുമ്പോൾ പേടിയാവും. നിന്റെ പേടിക്കുന്ന മുഖം ഞാൻ സൂം ചെയ്യാം. എവിടെ? ആ കണ്ടു. സൈക്ലിങ്ങിൽ ആക്ടിവിറ്റി ചെയ്യേണ്ട ഒരുത്തൻ. നമ്മളിതൊക്കെ ESPN കണ്ടിട്ടുള്ളൂ. ഇത് ഇവിടെ വന്നപ്പോൾ നേരിട്ട് കണ്ടു. പിന്നെ ആ വഴിക്ക് വരെയിരിക്കും ചാടിയൊക്കെ പോകുന്ന കാടിൻ്റെ ഉള്ളിൽ കൂടെ. അമ്പോ വ്യൂ കണ്ടോ ബാക്കോട്ടുള്ള? അയ്യോ അടിപൊളി വ്യൂ. അതാ പേടിയുണ്ടോ? എടി നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഒറ്റക്കിരിക്കണ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കടി. അതാ പറയാ, പേടിയാവട്ടെങ്കിൽ കണ്ടടച്ചിരിക്കരുത്. വ്യൂ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യണ ആ ലൂജ് എന്ന് പറഞ്ഞ സാധനം അവരിങ്ങനെ ഒരു റെയിലിൽ തിരിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ തിരിച്ചെത്തി നമ്മുടെ സെക്കൻഡ് റൈഡ് കയറാൻ വേണ്ടിയിട്ട്. 5 or 6 ട്രാക്ക് ഉണ്ട് ഇവിടെ. 5 or 6 ട്രാക്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് ട്രാക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. രണ്ടാമത്തെ ട്രാക്ക് ചെയ്യാനാണ് പോകുന്നത്. നെക്സ്റ്റ് ട്രാക്ക് ഇതാണ് അതിൻ്റെ ട്രാക്ക്. ഇങ്ങനെയൊക്കെ പോവാം. അതാ ബാക്കിൽ വരുന്നുണ്ട്. ഇത് പണ്ടാട്ടോ. ഇത്തവണ രണ്ടാമത്തെ കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ ഈ സ്വിങ്ങിങ് കയറിയപ്പോൾ സ്റ്റാഡിസീറ്റ് അതിൽ ഒറ്റയ്ക്ക് കയറ്റി. സ്റ്റാഡിസി അവിടെ ഇരുന്നിട്ട് പേടിച്ചിരിക്കുക പാവം. അടുത്തല്ലേ നീ കൊച്ചിൻ്റെ ഒപ്പം പൊക്കോ. അടുത്തത് അപ്പൊ നീ ഒറ്റയ്ക്ക് പൊക്കോളോ? നമ്മ ഒറ്റയ്ക്ക് പോട്ടെ. അപ്പക്ക് പേടി നിന്റെ ഒറ്റയ്ക്ക് വിടാൻ സാരില്ല. അതാനും പേടിയൊന്നുമില്ലോ. അതിന് പേടിയുണ്ടോ? അയ്യോ ഒരു പേടിയില്ല. പേടിക്കാനുള്ള ബുദ്ധി ആയിട്ടില്ലല്ലോ. നമുക്കല്ലേ പേടിയുള്ളൂ. വേറെ ട്രാക്കിൽ പോവാം. നമ്മളിപ്പോ 5 ട്രാക്കിൽ 2 ട്രാക്ക് ഇപ്പൊ കയറി. ഇനി അടുത്ത നമുക്ക് ഏത് ട്രാക്കാ കയറണമെന്ന് നോക്കാം അല്ലേ? വേറെ ട്രാക്കിൽ കയറാം. അയ്യോ ഫസ്റ്റ് കയറിയപ്പോ നല്ല പേടിയായിരുന്നു ഇതില്. ഒരാളുടെ ഹെൽമെറ്റ് അവിടെ പോയിട്ടുണ്ട്. ഫസ്റ്റ് കയറിയപ്പോ നല്ല പേടിയായിരുന്നു അല്ലേ? ഇപ്പൊ നല്ല ഫണ്ണായില്ലേ? അതാണ് ഇഷ്ടായോ? ട്രിപ്പിന്റെ മുകളിലെത്താറായി. സ്റ്റാൻസി ഒറ്റക്കിരുന്ന് ധൈര്യമൊക്കെ സംഭരിച്ചിരിക്കണ്ടേ. എനിക്ക് എന്റെ അത്ര കൂടി അവൾക്ക് പേടിയില്ലെന്ന് തോന്നുന്നു. മിണ്ടുന്നില്ല. അവിടെ എത്തുമ്പോ ഫോട്ടോ എടുക്കും ഇവര്. മറ്റേ അവിടെ ഇവിടെയൊക്കെ കുറെ ഫോട്ടോ പോയിന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതെല്ലാം കഴിയുമ്പോൾ ആ ഫോട്ടോ $10 $15 ഒക്കെ കൊടുത്ത് ഫോട്ടോ വാങ്ങിക്കാം. അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ മൂന്നാമത്തെ റൈഡ് പോയിട്ട് വരാം. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. മൂന്നാമത്തത് വേറെ ട്രാക്ക് എടുക്കാം. ഞങ്ങളത് സ്ലോ ഡൗൺ ആയി. Oh my God. അയ്യോ കഴിഞ്ഞു. ആസ്വദിച്ച് വരുമ്പോഴേക്ക് ഇത് കഴിയും. മൂന്നാമത് പിന്നെയും തനിച്ച് ഈ സാധനത്തിൽ കയറി. നമ്മൾ മറ്റേ ലൂജ് കഴിഞ്ഞിട്ട് കയറണത്. പക്ഷേ മൂന്നാമത് കയറിയപ്പോൾ അത്ര പേടിയും തോന്നല്ലോ കേട്ടോ. ഞാൻ ഭയങ്കര രാജകീയമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, പേടി മാറിയിട്ട്. അയ്യോ ഭയങ്കര രസമാട്ടോ. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. കുഞ്ഞാ പേടിയാവുന്നുണ്ടോ? അവളൊക്കെ എപ്പോഴും പേടിയാ. അതാരും പേടിയാവണ്ട. അതാനും പേടിയില്ല. ഇവിടെ കുറച്ച് പേര് താഴെക്കൂടി വരുന്നുണ്ട്. അയ്യോ ഇത് കൂടെ വരുമ്പോൾ ഭയങ്കര രസമാട്ടോ. ഈ ലൂജിൽ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൺട്രോളൊക്കെ ചെയ്യാം. മൂന്നാമത്തെ തവണയ്ക്ക് ആയപ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടി സ്പീഡൊക്കെ കൺട്രോൾ ചെയ്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് വന്നത്. നല്ല ക്ലൈമറ്റാണ്. മഴയൊന്നും പെയ്യാത്ത എൻ്റെ ഭാഗ്യം.
അപ്പോൾ നമ്മുടെ ലൂജ് എക്സ്പീരിയൻസ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലൂജിൽ വരുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഹെൽമെറ്റിൽ കാണുന്ന ഇപ്പോൾ ഇതിവിടെ ഒരു സാധനം കണ്ടോ, ഇത് അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട്. ഒരു 4-5 മോണിറ്റേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ഏതെങ്കിലും ഫോട്ടോസ് നല്ലത് കിട്ടിയിട്ടുണ്ടോ നോക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അതും എടുക്കാമല്ലോ. അതുണ്ടെങ്കിൽ ഞാനിത് വ്ളോഗിലിടാം കേട്ടോ. ബാക്കോട്ട് നോക്കുമ്പോഴാണ് പേടിയാവുന്നത്. ഊയ്, ആ ബാക്കിൽ വരുന്ന സായിപ്പ് മദാമയും സൗത്ത് ആഫ്രിക്കയിലെ സായിപ്പ് മദാമയാണ്. ഞങ്ങളവരെ വെറുതെ ഒന്ന് പരിചയപ്പെട്ടു. അയ്യോ, അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാന്ന് പറഞ്ഞു, ഞങ്ങളോട് വർക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവരിവിടെ ന്യൂസിലാൻഡിൽ വിസിറ്റ് ചെയ്യാൻ വന്നേക്കാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതല്ലേ ന്യൂസിലാൻഡിൽ. ഇവിടെ സിപ്പ് ലൈനും ഉണ്ട്. അപ്പോൾ ആ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലം സിപ്പ് ലൈനാണ്. പക്ഷെ നമ്മൾ മൂവ് ചെയ്യുമ്പോഴേക്കും ആരെങ്കിലും പോകുമെന്ന് അറിയില്ല. ഞാൻ അതിനു വേണ്ടിയാണ് ക്യാമറ ഓൺ ആക്കിയത്. ആരെയോ ബെൽറ്റൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ സിപ്പ് ലൈൻ പോണു. എൻ്റെ അമ്മയെ ഡബിളാണ് പോകുന്നത്, 2 പേര്. അയ്യോ, പറക്കുന്നു. അയ്യോ, ഭയങ്കര രസമായിരിക്കും. നമ്മുടെ സിപ്പ് ലൈൻ നാട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. മൂന്നാറോ അടിമാലിയോ എവിടെ പോയപ്പോൾ ഒരു ചെറിയൊരു സിപ്പ് ലൈൻ ട്രൈ ചെയ്തിരുന്നു. പൊതുവെ എനിക്ക് പേടിയാണ്, പക്ഷെ എന്നാലും ഞാനെല്ലാം ട്രൈ ചെയ്യും. പക്ഷേ പ്രായമായി ഗൈസ്, ഇനി എന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി സിപ്പ് ലൈൻ കയറാനുള്ളൊന്നുമില്ല. ഇത് തന്നെ കയറിയിട്ട് പേടിയായിരുന്നു. ഇതിപ്പോൾ 2-3 തവണ കയറിയപ്പോൾ പേടി മാറിയതാണ്. നമ്മൾ കൊണ്ടോളയിൽ താഴത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ താഴത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചൊന്നും കൂടി കയറാമെന്ന് വെച്ചു. നമ്മൾ 1 ഡേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗൊണ്ടോള നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. ഒരു ദിവസം ഫുള്ള് അൺലിമിറ്റഡ് നമുക്ക് യൂസ് ചെയ്യാം. 6 മണി വരെയാണ് ഇത് ഓപ്പൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. 8:30 വരെ. ഓക്കെ, 8:30 വരെ ഇത് ഓപ്പണ്. പക്ഷെ ഇതിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കളിക്കാന്നേ ഉള്ളൂ. ഇതിലങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, 2 പ്രാവശ്യം കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഇത് മാറുമല്ലേ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. സാൻസിയൊക്കെ പേടിച്ച് വിറങ്ങിലിച്ചിരിക്കുന്നുണ്ട്. നിനക്ക് പേടിയുണ്ടോ? ആഹാ, അത് തട്ടിപ്പോകും നമ്മളിതിനുള്ള വീടായാലും. നദാന് പേടിയൊന്നുമില്ല. നദാൻ ഈസ് എ വെരി ബ്രേവ് ആൻഡ് ഗുഡ് ആൻഡ്. നദാനാണ് ലാസ്റ്റത്തെ റൈഡിൽ നമ്മളെ ലീഡ് ചെയ്തത് അല്ലേ? നദാൻ ഫസ്റ്റ് ആയിരുന്നു അല്ലേ? നദാൻ ഫാസ്റ്റിൽ പോകാൻ പഠിച്ചു. ഇപ്പൊ നല്ല ഇഷ്ടായ. നമ്മളിപ്പോ സ്കൈ ലൈനിനോട് താൽക്കാലികമായി വിട പറയുകയാണ്. ഇവിടുത്തെ ഒരു ഒറ്റ ചാട്ടം ഇരിക്കും. ഞാൻ കണ്ണടക്കണം, എനിക്ക് കാണുമ്പോൾ പേടിയാവണം. കാരണം നമ്മൾ വലിയൊരു ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വലിയൊരു കുഴിയിലേക്ക് ചാടുന്ന പോലെ ഫീൽ ചെയ്യാം. നാട്ടിലേക്ക് വീഡിയോ കോള് വിളിച്ച് കാണിച്ചു കൊടുക്കുക. കൊച്ചിനെ പിടിച്ചോളാം അവിടെ നിന്ന് മമ്മി. താഴെ പോകത്തില്ല. സ്റ്റാൻസി വീട്ടിലേക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കുക. അതൊക്കെ വീടുകളാ, സിറ്റിയുടെ വെളിയിൽ കൂടിയല്ലേ ഇത് പോണേ. മമ്മീസ് ഓൺ കോൾ. അങ്ങനെ ഞങ്ങള് അവിടുന്ന് വന്ന് ലേക്ക് റൊട്ടൂർവയിലെത്തി. ലേക്ക് റൊട്ടൂർവ ഒന്ന് കാണാന്ന് വിചാരിച്ച് ഒന്ന് തീരത്തേക്ക് ഇറങ്ങിയതാ. നോക്കുമ്പോ എടാ കുറേ ആൾക്കാര് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഈ ലേക്കിന്റെ ഒരു സെന്റർ പോർഷനിൽ വരെ പോയിട്ടുണ്ട്. അതെ അതെ, അത്രയും ദൂരം വരെ പോയിട്ടും അവരുടെ എന്താ പറയാ അരക്ക് വെള്ളമേ ഉള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് അവർ മീനൊക്കെ പിടിച്ചിട്ട് ഒരു ചേട്ടൻ വലിയ മീനൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊട്ടും ആഴമില്ലെന്നാണ് വിശ്വസിക്കുന്നത്. എനിവേ പകുതി മുക്കാൽ അവർ കവർ ചെയ്തിട്ടില്ലേ. അപ്പൊ വളരെ ആഴം കുറഞ്ഞ സ്ഥലമാണ്. വേണ്ട, അഡ്വഞ്ചർ എടുക്കണ്ട. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ റിവർ. നിങ്ങള് ലേക്ക് സോറി നിങ്ങൾ എന്താ പറയാ മറ്റേ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒമരി ഫോൾസിൽ പോകുന്നുണ്ടെങ്കിൽ വരുന്ന വഴിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലുക്കൗട്ടാണിത്. ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇവിടെ ഒരു ചെറിയൊരു തോട്, എനിക്ക് തോന്നുന്നു ഇത് ഏതോ റിവറിൻ്റെ കൈവഴിയാണ് ആ ലേക്കിലേക്ക് വന്ന് കയറുന്നത്. ഈ കൈവഴി നേരെ ലേക്കിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ കണ്ട ലേക്കിലേക്കാണ് വന്ന് കയറുന്നത്. അപ്പോൾ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. അതായത് ഇപ്പോൾ ഈ താഴെ കാണുന്ന ഈ കറുകറ സാധനം ഇല്ലേ, അത് അതിൻ്റെ അടിഭാഗത്തുള്ള പാറക്കല്ലുകളാണ്. കണ്ടോ, അത്ര ക്ലിയറാണ് വാട്ടർ. ഇതൊരു ഡ്രിങ്കിങ് വാട്ടറിലേക്കാണ്. ഇവിടുന്ന് വെള്ളത്തിന് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ കണ്ടോ ഡക്കൊക്കെ പോകുന്നുണ്ട്. ഇത് വളർത്തണതൊന്നുമല്ല, ഈ കാട്ടു ഡക്കുകളാണ്. ഇതിനൊക്കെ പിടിച്ച് കറി വെക്കാൻ വേണമെങ്കിൽ, താറാവ് മപ്പാസ് വെക്കാൻ വേണമെങ്കിൽ. നമ്മുടെ റൊട്ടോർവയുടെ സിംഗിൾ ഡേ ട്രിപ്പ് നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തൊട്ടടുത്തൊരു ഫോൾസും കൂടി കണ്ടു. റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഏരിയയിൽ. എന്തായാലും ഒരു ദിവസം റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്ന ഏരിയയിൽ വരണം
എന്നാണ് സ്റ്റാൻസി പറയുന്നത്. ഭയങ്കര ഡേഞ്ചറസും ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ദുബായിലല്ലല്ലോ, ന്യൂസിലാൻഡ്. നഷ്ടമാവും. അതെ, വന്നിട്ട് ചെയ്തില്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത്. എന്തായാലും അത് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അടിപൊളി നേച്ചർ വ്യൂവോട് കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.